നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് ജാതി അധിക്ഷേപം. പരാതി നൽകിയിട്ടും നടപടിയില്ല. തിരുവല്ല CPM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിക്ക് ജാതി അധിക്ഷേപം എന്ന പരാതി. ഓഫീസ് സെക്രട്ടറിയും ബാലസംഘം സംസ്ഥാന കമ്മിറ്റി അംഗവുമായ രമ്യ ബാലനെ അധിക്ഷേപിച്ചെന്നാണ് പരാതി. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് ഹൈമ എസ് പിള്ളയ്ക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകി. പാർട്ടി ഘടകത്തിൽ പരാതി നൽകി 7 ദിവസമായിട്ടും നടപടിയില്ല. പട്ടികജാതി ക്ഷേമ സമിതിയും പാർട്ടിക്ക് പരാതി നൽകി. മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു തർക്കം. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന. മലദ്വാരത്തിൽ ഒളിപ്പിച്ച് MDMA കടത്താൻ ശ്രമിച്ച യുവാവ് അറസ്റ്റിൽ. തൃശൂർ അമ്മാടം സ്വദേശി കൈലാസ് കോടന്നൂരിനെയാണ് പേരാമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ബംഗളൂരുവിൽ നിന്ന് MDMA കടത്തുന്നുവെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പ്രതിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചാണ് തൊണ്ടി മുതൽ പുറത്തെടുത്തത്. ലഹരി സംഘമുണ്ടാക്കിയ പ്രശ്നം തടയാനെത്തി SIയെ കുത്തി ഗുണ്ടാ നേതാവ്. തിരുവനന്തപുരം പൂജപ്പുരയിൽ SIക്ക് കുത്തേറ്റു. SI സുധീഷിനാണ് കുത്തേറ്റത്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണിയാണ് SIയെ ആക്രമിച്ചത്. പാങ്ങോട് മിലിറ്ററി ക്യാമ്പിന് സമീപത്ത് വിജയ് മൗലി മില്ലിനടുത്താണ് സംഭവം നടന്നത്. കാപ്പ കേസിലടക്കം പ്രതിയായ ശ്രീജിത്ത് ഉണ്ണിയാണ് SIയെ കുത്തി പരിക്കേൽപ്പിച്ചത്. ഇയാൾ മദ്യപിച്ച് പ്രശ്നമുണ്ടാക്കുന്നതായി നാട്ടുകാർ പൂജപ്പുര പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് സംഭവ സ്ഥലത്ത് പരിശോധന നടത്തുന്നതിനിടെയാണ് SI സുധീഷും സംഘവും സ്ഥലത്തെത്തിയത്. ഇയാൾ പോലീസിനെ കണ്ടതോടെ ആക്രമിക്കുകയായിരുന്നു. ചിറ്റൂരിൽ 6ാം ക്ലാസ്സുകാരിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. പാലക്കാട് ചിറ്റൂരിൽ 6ാം ക്ലാസ്സുകാരിയെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. 5ാം മൈൽ അയോധ്യ നഗറിൽ വടിവേലു രതിക ദമ്പതികളുടെ ഇളയ മകൾ അനാമികയാണ് വീടിനുള്ളിൽ സാരിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 11 വയസ്സായിരുന്നു. ചിറ്റൂർ വിക്ടോറിയ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനാമിക. സ്ഥലത്ത് പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. മരണകാരണം വ്യക്തമല്ലെന്ന് പോലീസ് പറഞ്ഞു. അധ്യാപകരുടെ വാഹനത്തിന് നേരെ വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞ സംഭവം. പരാതിയിൽ ട്വിസ്റ്റ്. പരീക്ഷാ ഡ്യൂട്ടിക്കെത്തിയ അധ്യാപകരുടെ വാഹനത്തിന് നേരെ വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞ സംഭവത്തിൽ പരാതിയിൽ നിന്ന് പിന്മാറിയ അധ്യാപകർ. സംഭവത്തിൽ കേസെടുക്കേണ്ടതില്ലെന്നും വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടാൽ മതിയെന്നും അധ്യാപകർ പോലീസിനോട് പറഞ്ഞു. മലപ്പുറം ചെണ്ടപ്പുറായ AR ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അധ്യാപകന്റെ കാറിന് നേരെ വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞത്. പരീക്ഷാ ഹാളിൽ കോപ്പിയടിക്കാൻ അനുവദിക്കാത്തതിലുള്ള അമർഷത്തിലായിരുന്നു വിദ്യാർത്ഥികൾ പടക്കമെറിഞ്ഞത് എന്നാണ് വിവരം. സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് 3 വിദ്യാർത്ഥികളെ താക്കീത് ചെയ്ത് വിട്ടയച്ചു. വിദ്യാർത്ഥികൾ പടക്കമെറിയുന്നതിന്റെ CCTV ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്.